ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാ വന്നിട്ടുണ്ട് നമ്മളെ ഉസ്താദ് താത്ത. ഉസ്താദ് ഞങ്ങൾക്കൊക്കെ അറിയാം, കുറേ ആളുകൾക്കൊക്കെ അറിയാം. ഉസ്താദ് താത്ത യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഓഫായി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ കമൻറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് അങ്ങോട്ട് കമൻറ്റിന് റീപ്ലൈ കൊടുക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞാൽ അതിന് നെക്കി കുത്തിർന്ന് ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓടി നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗം മതിൽ കെട്ടിയതിൻ്റെ ദിവസം ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. വീടിൻ്റെ മുറ്റത്തേക്ക് തന്നെ സ്കൂട്ടർ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ തപ്പിക്കൊണ്ടിരിക്കുക. ഇന്ന് കുറേ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറേ ശരിയാക്കി കൊടുത്തു നോക്കി. പക്ഷെ ശരിയാവണമെങ്കിൽ ചിലതിന് കമൻറ്റിന് റീപ്ലൈ അങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ദാ ലീഗിൻ്റെയും മാർക്സിസ്റ്റിനെയും പറ്റി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു മാർക്സിസ്റ്റിൻ്റെ ഭാഗം നമ്മൾ ലീഗിൻ്റെ ആണ്. കാരണം നമ്മൾ വോട്ട് ചെയ്തോടത്തോളം നമ്മൾ ലീഗാണ് കേട്ടോ. അപ്പോൾ ഉമ്മാനൊന്ന് ഇതാക്കുകയാണ്, വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇമ്മാനെ വീഡിയോ ഇട്ട് ചിരിപ്പിച്ചാണ്. ഇമ്മാനോട് പറയുന്നുണ്ട് നിങ്ങൾ ലീഗ് മാർക്സിസ്റ്റിനെ പറ്റി സംസാരിക്കുന്ന പറഞ്ഞാണ്. ഇമ്മ സംസാരിക്കൂല. ലാസ്റ്റ് ഏതായാലും സത്യം പറഞ്ഞിട്ടാണെങ്കിൽ എനിക്കെന്നെ ശരിയെന്നോ. ഞാൻ പറഞ്ഞേ ലീഗിനെ ഇനി സ്ഥാനമുള്ളൂ, മാർക്സിസ്റ്റിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞു. ഇമ്മാൻ്റെ പെൻഷനൊക്കെ വെട്ടിക്കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഉമ്മാനോട് പറയും ഞാൻ നിങ്ങളങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉമ്മാനോട്. പക്ഷെ ഉമ്മ ഞാൻ പറയില്ല, എന്ത് സംഭവിച്ചാലും ഞാൻ പറയും ഞാൻ ലീഗാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അമ്മ ആളിയാനാണ് ഇരുന്നാണ് ചിരിക്കുന്നുണ്ട്. ഉസ്താദാണെന്നുണ്ടെങ്കിൽ പറയണ്ട, റബ്ബേ ഒന്ന് കിട്ടിയാൽ പിന്നെ ഒന്നുമ്മ കൂടുന്ന ആളാണ്. ഇതിന് മുന്നത്തെ ഇലക്ഷൻ്റെ ഇതിൽ സ്ഥാനാർത്ഥിയായിട്ട് മാർക്സിസ്റ്റിന് സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പൊട്ടിപ്പാളീസായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചെടി തൈകളും ഒക്കെ അങ്ങനെ ചട്ടിയിലാക്കിയാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു തൈക്ക് 150 രൂപ, ഒരു തെങ്ങൻ തൈക്ക് 500 രൂപ എന്നൊക്കെ പറയും. എനിക്ക് വേണ്ട തന്നെ എൻ്റെ ചട്ടി എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ വിൽക്കാനൊന്നും വെച്ചതല്ല ഗൈസ്. ഞാൻ എൻ്റെ അതിരുഭാഗം കീറാൻ വേണ്ടി വെച്ചപ്പം അവിടുന്ന് ഞാൻ ചട്ടിക്കാക്കി മാറ്റി വെച്ചതാണ്. ഞാൻ പോവേണ്ട രശിങ്ങാണ് കേട്ടോ. അപ്പോൾ മുറ്റൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി വിടാണ്ട്. അപ്പം ഉസ്താദും അളിയനും പോവുകയാണ്. അപ്പോൾ ഉസ്താദ് യാത്രയൊക്കെ പറഞ്ഞിറങ്ങാണ്. ഉസ്താദിൻ്റെ കവറിൽ എന്താണെന്ന് പറഞ്ഞാൽ ഉസ്താദ് മാക്സിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാക്സി തുണി എടുത്തിട്ട് അത് അടിച്ചിട്ട് കസ്റ്റമേഴ്സിന് തയ്ച്ചെടുക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പം ഇവിടെ 2 മാക്സി തുണി വെച്ചിട്ടുണ്ട് താത്താക്കും വേണ്ടിയിട്ട്. അപ്പോൾ വലിയ താത്താക്കും വേണ്ടിയിട്ട് 2 മാക്സി തുണി ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ 2 മാക്സി തുണിയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് കാരണം അപ്പം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ബോട്ടൊക്കെ ചെയ്ത കയ്യൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗൈസ്. അപ്പം താത്ത പോവുകയാണ്, ഉസ്താദ് പോവുകയാണ്. ഉസ്താദ് താത്ത പോവുകയാണ്. യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റൊക്കെ പറഞ്ഞോ, ഉമ്മാനോട് പറഞ്ഞോ. പിന്നെയും ഫോണിൽ നെക്കി കുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചൂടാകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഉസ്താദിനെ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദാണ്. ഉസ്താദിൻ്റെ ചാനലൊക്കെ പോയിട്ട് എല്ലാവരും കാണാം. നമ്മളെ അടിപൊളി ഉസ്താദാണ് കേട്ടോ ഗൈസ്. ഓക്കെ, ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മളെ പുതിയ റൂട്ടിലൂടെ ഉസ്താദ് ആദ്യത്തെ യാത്രയാണ് വന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും.